ഈ കിഡ്നി സ്റ്റോൺ രണ്ട് തരത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നത്. ഒന്ന് പലരും പറയുമ്പോഴേക്കും മൂത്രത്തിൽ കല്ല് കിഡ്നി സ്റ്റോൺ എന്ന് മാത്രമേ പറയാറുള്ളൂ. രണ്ട് ടൈപ്പ് ഉണ്ട്, കാൽസ്യം സ്റ്റോണും പ്യൂരിൻ സ്റ്റോണും. കാൽസ്യം ഓക്സിലേറ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് കാൽസ്യം അടിഞ്ഞു കൂടിയിട്ട് കലുണ്ടാവുന്ന ഒരു ടൈപ്പ്. മറ്റത് പ്യൂരിൻ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് പ്യൂരിന്റെ എന്താണ് ഈ റെഡ് മീറ്റിന്റെ ഒക്കെ ബ്രേക്ക് ഡൗൺ കൊണ്ടിട്ട് പ്യൂരിന്റെ മെറ്റാബോളിസം കൊണ്ടിട്ടുണ്ടായി അടിഞ്ഞു കൂടുന്നതാണ് പ്യൂരിൻ വരുന്നത്. അത് ചില DNA-കളുടെ പ്രത്യേകതകൾ കൊണ്ടിട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ ശരീരത്തിന്റെ മെറ്റാബോളിസം ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകുന്നവരാണ്. പണിയെടുക്കാതെ കൂടുതലായിട്ട് റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നവർക്ക് ഇത് ഉണ്ടാകാറുണ്ട്. അതിന് ഡയറ്റിൽ ഒരു കൃത്യത പാലിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. റെഡ് മീറ്റ് ഒഴിവാക്കുക, പിന്നെ ക്രൂസിഫർ വെജിറ്റബിൾസ്, അതേപോലെ തന്നെ ഹൈ ഷുഗറി ആയിട്ടുള്ള ഫുഡുകൾ, ഇതൊക്കെ ഒഴിവാക്കുക. ഈ അടുത്ത കാലത്ത് വന്ന് നമ്മളറിയാതെ വന്ന ഒരു ഹൈ ആയിട്ടുള്ള ഫുഡാണ് ഈ പറഞ്ഞ നമ്മളെല്ലാവരും ഭയങ്കര ഹെൽത്തി ആണെന്ന് പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ കുഴിമന്തി. ശരിക്കും പറഞ്ഞാൽ കുഴിമന്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴിമന്തിയുടെ റൈസിൻ്റെ അകത്ത് ചിക്കൻ അത് ഇട്ട് വേവിച്ചെടുക്കുന്ന സാധനമാണ്. പക്ഷേ ഇതിനോട് ഇത്രയും വലിയ അഡിക്ഷൻ ചെറുപ്പക്കാർ പിള്ളേർക്ക് വരാനായിട്ടുള്ള കാരണം അതിൻ്റെ അകത്ത് ജിയുടെ ഫ്ലേവർ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അകത്തുള്ള ഒരു പൊടി ഈ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ വല്ല ടൊമാറ്റോപ്പൊടി ആയിരിക്കാം. നമുക്ക് ഈ ഗവൺമെന്റ് അനുവദനീയമായ പടി തന്നെയാണ്. പക്ഷെ ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100-ന് മേലൊക്കെ വരുമായിരിക്കും. ഇതിട്ട് നമുക്ക് വേണമെങ്കിൽ കച്ചവടം ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ സംഭവം തെണ്ടിത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കൂടുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ അധികം വർക്കൗട്ട് ചെയ്യാത്തവർക്കും. ലിക്കറും ഇതിനകത്തൊരു കാരണമാണ്. ഈ കുഴിമന്തിയുടെ പ്രശ്നം പൊതുവെ ആൾക്കാരുടെ ധാരണ എന്താണെന്ന് അറിയാമോ? കുഴിമന്തിയുടെ കൂട്ടത്തിൽ കഴിക്കുന്ന മയോണൈസും പെപ്സിയും ആണെന്ന് പറയുന്നത്. വയറിന്റെ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലേവർ അതിനേക്കാളും വലിയ ഡേഞ്ചറാണ്. അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്.